ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് കണവ മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ നോക്കിയാലോ. ഇന്ന് കണവ മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും കണവ മീൻ 150 രൂപയ്ക്കാട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 200 രൂപ പറഞ്ഞു കേട്ടോ. ഒരു കൂറ് 100 രൂപ വെച്ചിട്ട് 2 കൂറ് 200 രൂപ എന്ന് പറഞ്ഞിരുന്നേ. അപ്പം സ്ഥിരമായിട്ട് വാങ്ങുന്ന ആളായതുകൊണ്ട് അവർ 150 രൂപയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നേ. കണ്ടില്ലേ, ഇതാ നമ്മൾ മീനൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാനാണെങ്കിൽ ഈ മീനിൻ്റെ പുറത്തുള്ള ആ തൊലിയൊക്കെ അല്ലേ, ഈ ചെറിയ മീനിൻ്റെ ഇങ്ങനെ എടുത്ത് കളയില്ല കേട്ടോ. അത് ചില ആൾക്കാരിങ്ങനെ മൊത്തത്തിൽ എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ വെള്ള കളറിൽ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ എടുക്കാറില്ല. അതിനുശേഷം നമുക്ക് എൻ്റെ തലയുടെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കാൻ വലിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ കുടൽ വേസ്റ്റൊക്കെ ഇങ്ങനെ വരും കേട്ടോ, മഷിയൊക്കെ. ആ മഷി ഇങ്ങനെ എടുക്കുമ്പം പെട്ടെന്ന് ഇങ്ങനെ എടുക്കില്ല, അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോകും, കയ്യിലൊക്കെ ആകും. പിന്നെ പെട്ടെന്ന് കഴുകിയാലും പോകത്തില്ല കേട്ടോ. അതങ്ങനെ ഒരു ആ മഷിയുടെ അതിങ്ങനെ കയ്യിലൊക്കെ ആയിരിക്കും. ഇത് വെള്ളത്തിലൊക്കെ മീനിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ പോകത്തില്ല കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം ഇങ്ങനെ കഴുകി വന്നിട്ട് ഞാൻ മീനിൻ്റെ ഒന്ന് കിളകി പോകുള്ളൂ. അപ്പോൾ നമുക്ക് ആ കണവയിൽ നിന്ന് അതിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ആ മഷി എടുക്കുമ്പോൾ നോക്കിയെടുക്കണം കേട്ടോ. കണ്ടില്ലേ, നമുക്ക് അതിൻ്റെ കണവയുടെ കൊണ്ടയിലുള്ള പല്ലെന്ന് പറയില്ലേ, ആ പല്ല് നമുക്കതൊന്ന് എടുത്ത് കളയാം. ഇതെന്താണെന്ന് വെച്ചാൽ നാരാണ് കേട്ടോ, അങ്ങനെ ഓലയെന്ന് പറയും. ഇങ്ങനെ എന്താ കണവയുടെ ഓല, അങ്ങനെ നാര്, അങ്ങനെ എന്തൊക്കെ പറയാറുണ്ട്. കണ്ടില്ലേ, ഇതാണ് കേട്ടോ പല്ല് അതിൻ്റെ. കണ്ടില്ലേ, നമുക്കിത് ഇതാണ് കേട്ടോ പല്ല്. അപ്പോൾ നമുക്ക് ആ പല്ലൊക്കെ ഇങ്ങനെ എടുത്ത് കളയാം. അതൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യണ വീഡിയോ കാണിക്കാം. ഞാനിത് തോരൻ വയ്ക്കാൻ കേട്ടോ ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ പീസായിട്ട് എന്നാൽ കട്ട് ചെയ്തെടുക്കാം. ഇതിൽ ഒരുപാട് മുട്ടയൊക്കെ ഉള്ള കണവായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഈ കണവ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പോറി കൊടുക്കാം കേട്ടോ. ഇതെന്തിനാണ് പോറുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ മണ്ണൊക്കെ കാണും. അപ്പോൾ നമ്മൾ നല്ലതുപോലെ കഴുകിയെടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ വാലിൻ്റെ ഭാഗത്തായിട്ട് മണ്ണ് വന്നിരിക്കുന്നത്. അത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും ആ വാലിൻ്റെ ഭാഗം കട്ട് ചെയ്ത ഭാഗത്തൂടെ മണ്ണൊക്കെ പുറത്ത് പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മണ്ണൊക്കെ ഇല്ലാതെ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. നമ്മുടെ ബാക്കിയുള്ള മീൻ കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ. കണ്ടില്ലേ, നല്ല എളുപ്പത്തിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. പക്ഷേ അതിൻ്റെ മഷി മാത്രം പൊട്ടാതെ സൂക്ഷിച്ചോളണം. അപ്പോൾ അത് പൊട്ടാതെ എടുത്തു കഴിഞ്ഞാൽ നല്ല എളുപ്പത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, മീനിൻ്റെ മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മക്കൾക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് കണവയൊക്കെ കഴിക്കാനായിട്ട്. അവരിങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും വിരലിലൊക്കെ ഇങ്ങനെ കൊരുത്തിട്ടിട്ട് കഴിക്കാൻ കേട്ടോ, മധുരമൊന്നൊക്കെ അറിഞ്ഞിട്ട്. അവർക്ക് കറിയിക്കുന്നതിനെക്കാട്ടിലും തോരൻ വെച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം. നമ്മുടെ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിന് 2-3 വെള്ളം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. കണ്ടില്ലേ, കണവയുടെ കൂന്തലായിട്ടോ, കണവയുടെ കൊണ്ടയെന്ന് പറയില്ലേ, കണവക്കൊണ്ട. ചുമ്മാ ഒരു സ്റ്റൈലിൽ ഇട്ട് നോക്കിയത് അങ്ങനെ ഇടാൻ കൊള്ളാവോന്ന്.